രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അതിന്മേൽ വാദം തുടങ്ങിയിരിക്കുന്നു കോടതിയിൽ എന്നുള്ളതാണ്. അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണമെന്ന ഹർജികളാണ് ആദ്യം പരിഗണിക്കുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ ഹർജികൾ പരിഗണിക്കുകയാണ്. പ്രോസിക്യൂഷനും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകരും അടച്ചിട്ട കോടതി മുറിയിലായിരിക്കണം ഇത് കേൾക്കേണ്ടത്, വാദം കേൾക്കേണ്ടതെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിലാണ് ആദ്യം കോടതി തീരുമാനം പറയാൻ പോകുന്നത്. പ്രധാനപ്പെട്ട വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തേക്കുമെന്ന സൂചന നേതാക്കൾ തന്നെ നൽകുകയും ചെയ്തു. തന്റെ അടുപ്പവും അടുപ്പക്കുറവും പാർട്ടി തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP പറഞ്ഞത്. ഉചിതമായ നടപടി പാർട്ടി സ്വീകരിക്കുമെന്നാണ് നേതാക്കളുടെ പ്രതികരണം. വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രസ്ഥാനവും ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കോൺഗ്രസ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നൊക്കെ പരാതി വരുന്നതിന് മുമ്പ് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പം ലീഗലി കാര്യങ്ങൾ നടക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടി അത് ചർച്ച ചെയ്തിട്ട് ഉചിതമായ സമയത്ത് പാർട്ടി പ്രസിഡന്റ് അതിന്റെ കമ്മ്യൂണിക്കേഷൻ അറിയിക്കും. എന്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം എന്റെയും കൂടിയാണല്ലോ. ഞങ്ങളെല്ലാവരും യോജിച്ചെടുക്കുന്ന തീരുമാനം തന്നെയാണ്. എന്റെ അടുപ്പവും അടുപ്പക്കുറവും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഞാനത് ആക്കാൻ വേണ്ടി കുറെ അധ്വാനിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മറ്റു മുതിർന്ന നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആലോചിച്ച് ഇന്ന് 2 ദിവസത്തിനുള്ളിൽ 100% അതൊന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടിരിക്കും. ഇത്ര കാലം ഉണ്ടായിരുന്നില്ലല്ലോ പരാതി, ഇപ്പോഴല്ലേ വന്നത്. ഒരാൾ പരാതി തന്നാൽ അത് പാർട്ടി ഗൗരവത്തിൽ തന്നെ എടുക്കും. അത് എങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമുണ്ടാകും. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അദ്ദേഹം ഒരാളെ ലവ് ചെയ്തു, അല്ലെങ്കിൽ പോയി, അല്ലെങ്കിൽ സ്നേഹിച്ചു, ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് പാർട്ടിയുടെ ആളായതുകൊണ്ടാണ് ഇത് ക്ലിപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.